I'm pretty sure everybody is very busy shopping, meeting your friends. എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് ഇല്ലാന്നുണ്ടെങ്കിലും വെറുതെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ലുലു മോൾ. ആൻഡ് ദാറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ തിങ് അബൌട്ട് ഇറ്റ് അല്ലേ. നമ്മുടെ കൊച്ചിയുടെ ഏറ്റവും കൂടുതൽ ഒരു വികാരമായിട്ടുള്ള ഈ ഒരു ലുലു മോളിൽ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവൻറ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. ആൻഡ് ഐ റിയലി വാണ്ട് ടു ടെൽ യു വെരി വെരി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട്. ഇന്ന് ഈ ഒരു വേദിയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു ഇവൻറ്റും കൂടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് ഐ പ്രിറ്റി ഷുവർ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? യെസ്, അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ആൻഡ് ഈ ഒരു സിനാരിയോയിൽ പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാം. മേ ബി ദ വേ ദേ ഡ്രസ്, മേ ബി ദ വേ ദേ ലിവ്, മേ ബി അവരുടെ ആ ഒരു സംസാര രീതി ആയിരിക്കാം, അവരുടെ ഫാഷൻ സെൻസ് ആയിരിക്കാം, അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കാം, ആൻഡ് അത് അവർ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന രീതി ആയിരിക്കാം. സോ ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ് വിച്ച് ഇസ് ഗോണ ഇൻഫ്ലുവൻസ് യു. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ടല്ലേ? യെസ് ഓർ നോ? യെസ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാണ്? സാനിഫ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നേരെ സാനിഫിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ സാനിഫ്, യു ഗോട്ട് ദ ഫാൻസ്. ബട്ട് വി ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് അവരെ എല്ലാവരെയും നേരിൽ കാണാനുള്ള ഇന്നത്തെ ഈ ഒരു അവസരം, ഈ ഒരു ഈവനിങ്ങിൽ അവരെ എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. നോട്ട് എവ്രിബഡി ബട്ട് a very very special top 10 influencers of Kerala. They are gonna walk in this beautiful ramp for you all. So ladies and gentlemen, it's time that I would like to welcome you all to the Influencer Showdown 2026. Of Kerala 2025. You are an entrepreneur, you are a model, you are an influencer. How do you feel? ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു എക്സ്പീരിയൻസ്, how does that feel? Thank you so much. Hello Kochi. It feels like coming back to home again and again whenever Lulu calls me for anything. Because 2024 ലുലു ബ്യൂട്ടി ക്വീനായി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഐ കീപ് കമ്മിങ് ബാക്ക് ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഹാപ്പി ടു ബി ഹിയർ. സോ ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിലെ ഈ ഒരു ക്രൗഡ് ഞാൻ കാണുന്നത്. ബിക്കോസ് ഐ ഹവ് ബീൻ ഇൻ ബാംഗ്ലൂർ ആൻഡ് കോയമ്പത്തൂർ. യു ഗൈസ് ആർ അമേസിങ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് മൈ പ്രൊഫഷൻ, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി എവറിഥിങ് ഐ ലവ് ഡൂയിങ്. സോ അങ്ങനെയെല്ലാം മാനേജ് ചെയ്യണു. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഒരു ഓൺട്രപ്രന്യൂർ പാജൻ കോച്ചൊക്കെ ആയത്. സോ ബിഫോർ ദാറ്റ് ഐ ഹവ് ബീൻ മോഡലിംഗ്, ക്രിയേറ്റിംഗ് കോണ്ടന്റ്. സോ ഐ എം സൂപ്പർ ഹാപ്പി ടു ബി ഹിയർ.
സോ ഇപ്പോൾ പറഞ്ഞ ഒരു പേഷ്യൻറ്റ് ഒരു കോച്ചും കൂടിയാണ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ആൻഡ് ദാറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ ടാലൻറ്റ് ഓൾസോ, യു നോ, ടു ഗെറ്റ് ദർ to influence people in the പറയുന്നത് it's not an easy thing at all. But since we are in Lulu, you said whenever Lulu calls you back, you feel very very special. So let me just ask you a very very personal question. So which is the favorite shop in Lulu? If I ask you, which is that gonna be? So I know that you like all the shops in Lulu Mall, but your go-to please. Oh, Costa Coffee right in front. I love it. അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഐ ലവ് ആൽഡോ ഓൾസോ ബിക്കോസ് ഹീൽസ് ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. എവറിഥിങ് ഇസ് വെരി സ്പെഷ്യൽ. ഐ റിയലി ലവ് ബീങ് ഹിയർ. ഷൂട്ട്സിനൊക്കെ വരാറുണ്ട്. സോ യാ, ദാറ്റ്സ് ഓൾ. ഫുഡ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ പണിയല്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എനിക്ക് എവിടെയെങ്കിലും നല്ല സ്പോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഗോ ടു സം ഇൻഫ്ലുവൻസേഴ്സ് പേജ് ആൻഡ് ഐ ഡെഫിനറ്റ്ലി ലുക്ക് ആഫ്റ്റർ ഇറ്റ്. സോ ഈ ഒരു വേദിയിൽ ഫുഡ് ഇൻഫ്ലുവൻസർ, ദ ട്രാവൽ ഇൻഫ്ലുവൻസർ, ടു ദിസ് വാക്കിംഗ്, ദ റാമ്പ് വാക്കിംഗ്, ഹൗ ഡു യു ഫീൽ? ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ലുലുവിന് ആദ്യമേ നന്ദി പറയുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റാമ്പ് വാക്ക് പോകുന്നത്. നമ്മൾ ഫുഡിൻ്റെ പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എത്തുന്നത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു. Thank you so much. പക്ഷേ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. The thing is, ആസ് എ ഫുഡ് ഇൻഫ്ലുവൻസർ നമുക്കിവിടെ ഒരു അടിപൊളി ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെയിലി വരുന്ന ആളാണോ? Just tell us about the food court in Lulu Mall. What do you think about it? ഒരു കുടക്കീഴിൽ ഒരുപാട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ലുലു മാൾ. ഇവിടെ ഞാൻ മെയിനായിട്ട് വരുന്നത് പാരഗനാണ്. പാരഗൻ ഒരുപാടുണ്ട്. പാരഗനിലെ സ്നാക്സ് ഒക്കെ അടിപൊളിയാണ്. You did your shows and everything. So how do you feel? Our opposite side il nikkumbol, I'm standing here and you're there. How do you feel? Hello everyone. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാൻ ഇതുവരെ അങ്ങനെ സ്റ്റേജിൽ കയറാനായിട്ട് ഒരു നെർവസ്നെസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഫീലിംഗ് ഹിയർ, അതും ലുലുവിൽ. ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ വിത്ത് ലുലു. ഞാൻ ഇവിടെ 2017 മുതൽ ചെറിയ ചെറിയ ഷോസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ യൂസ് ടു ഡു ഒരുപാട് പ്രൊമോഷൻസ്, അങ്ങനെ ഒരുപാട് ലോഞ്ച് ഇവൻറ്റ്സ് എല്ലാം ഞാൻ ലുലു ചെയ്തിരുന്നു. ആൻഡ് ഹിയർ ഇറ്റ്സ് ഫീൽ സോ സ്പെഷ്യൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. Exactly. And tell us about Lulu Mall because you started your career from Lulu Mall. എനിക്കറിയാം ആ ഒരു ഫീൽ എത്രത്തോളം സ്പെഷ്യൽ ആയിരിക്കും to coming back to that place again, standing on the opposite side. So just tell us about the journey and how it is related to Lulu Mall. ഒരു എല്ലാവർക്കും ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആൻഡ് ഞാൻ ഇവിടെ നിന്ന് സമ്പാദിച്ച പൈസയൊക്കെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരാളായിരുന്നു. ഈവനിങ് വരെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, ഫാഷൻ സ്റ്റോറിലായിക്കോട്ടെ, ഞാൻ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ഫോൺ വാങ്ങിക്കുന്നത് ഇവിടുത്തെ കണക്റ്റിൽ നിന്നാണ്. അങ്ങനെ എല്ലാത്തിലും എവിടെയൊക്കെയോ ലുലു കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ ശരിക്കുമുള്ള നാട് തൊടുപുഴയാണ്. തൊടുപുഴയിൽ നിന്ന് എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും ഇവിടെയാണ് ഷോപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വരിക, ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട്. സോ everywhere in my shopping life I am so connected with Lulu. Even എൻ്റെ ഈ ഒരു മൂക്കുത്തി വരെ വാങ്ങിക്കുന്നത് അവിടെ ആ മലബാർ ഗോൾഡ് എന്നാണ്. അപ്പോൾ everywhere. രണ്ട് മക്കളുണ്ട്. You are an influencer and you are managing your family. You are doing every single thing in your life very perfectly. How do you manage this? Nothing goes perfectly, but it's all about balance and it's a lot of juggle. And I just want to know, how do you select your content? എങ്ങനെയാണ് അത് നമ്മുടെ ഓഡിയൻസിലേക്ക് we have എത്തിക്കുന്നത്? to create our own unique way of creating our own content. That's about just be yourself. Alright, you are very very special to Malayalis and you are an actor, you are an influencer, you are an entertainer basically. So how do you feel walking on the ramp of Lulu? How do you feel, Joichal? I feel very nice. Thank you for having me over. Lulu is more than a mall, it's an emotion. So whenever Lulu calls up, I'm always at your service. I'm very happy. Thank you so much. And accept it. So I'm very very grateful to be here. Thank you so much. And as I can see, you dress very in the very stylish ആയിട്ട് ഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആൻഡ് അതുകൂടാതെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ആൾക്കാർ ആര്യൻ്റെ എന്താ പറയുക ഒരു ഫാഷൻ സെൻസിനെ അപ്രീഷിയേറ്റ് ചെയ്ത ആൾക്കാരാണ്. സോ കമ്മിങ് ടു ലുലു മോൾ, how is it connected, like Lulu Mall and your fashion? I mean, Lulu has all the brands. Super Dry, Mango, all the brands are available in Cochin.
നമ്മൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ലുലു കാരണം നമ്മുടെ കൊച്ചിൻ മൊത്തം മാറിയിട്ടുണ്ട്. ദ വേ യു ഡ്രസ്, ഓൾ ദ ഫാഷൻ, എല്ലാ വെറൈറ്റി ഉണ്ട് ഇവിടെ. സോ ഐ എം ഓൾവേസ് വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ലുലു ഫാമിലി ആൻഡ് യെസ്, ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. I know that, you always want to be an actor and you are an actor, so tell us more about that. എന്താണ് പുതിയ പ്രോജക്ട്സ്? ഇവിടെ എല്ലാവരും ക്യാമറയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ആര്യൻ്റെ എന്താണ് മൂവി പരിപാടികളിൽ കേൾക്കാൻ വേണ്ടിയിട്ട്? tell us. പുതിയ പ്രോജക്ട്സിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയാൻ പോണില്ല. ഞാൻ പറഞ്ഞ ഒരു പ്രോജക്റ്റും നടക്കാറില്ല. എന്നെ ആൾക്കാരെ കണ്ണ് വെച്ച് ഉള്ള പ്രോജക്റ്റും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഒരു പ്രോജക്റ്റും ഇല്ല. ഇതാണ് എൻ്റെ ഈ പ്രസന്റ് പ്രോജക്റ്റ്. അതിനുവേണ്ടി ഞാൻ വന്നു. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലുലു, ഈ ഒരു വണ്ടർഫുൾ ഇവൻറ്റിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. ആൻഡ് ലുലു ആയിട്ട് ഞാൻ എപ്പോഴും വരാറുള്ളതാണ് ലുലു. ഇൻഫാക്റ്റ് എൻ്റെ ഫസ്റ്റ് മൂവിയുടെ ട്രെയിലർ ലോഞ്ച് വരെ ഇവിടെ നിന്നായിരുന്നു. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ടു ബി ഹിയർ. Yes, മൂവി പരിപാടികൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. Any updates that you want to share to our audience? ആക്ച്വലി സെക്കൻഡ് മൂവി ജാനുവരി 16th റിലീസ് ചെയ്യുന്നുണ്ട്. ശുക്രൻ എന്നാണ് പേര്. സോ എല്ലാവരും കാണണം. സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു സെൻസിറ്റീവ് ഏരിയ ആണ് അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഒരു കോണ്ടന്റിന് ഇറ്റ് ഷുഡ് ബി റൈറ്റ്. സോ ഹൗ ഡു യു ഡു ഇറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്കിൻ കെയർ അത്ര നമുക്കും എഫക്റ്റീവ് ആവുള്ളൂ. യെസ്, അമേസിങ്. സോ എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ എന്താ പറയുക ജെന്യുവൻലി നമ്മൾ കോണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. ആൻഡ് you are in Lulu Mall and doing a ramp right here. Tell us about us. How do you feel? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര നെർവസ് ആണ്, ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് ഓൺ സ്റ്റേജ് ഇവൻ്റ് ആണ് ഇത്രയും ക്രൗഡിൻ്റെ മുമ്പിൽ. ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് ലുലു ഐ എം സോ ഹാപ്പി. സോ താങ്ക് യു ലുലു. ഇപ്പോൾ ലുലു എന്ന് പറയുമ്പം നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം വൺ ഡേ എറണാകുളം ലുലു മോള് കാണിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൻ പുറത്തുനിന്ന് വരുമ്പോൾ ആദ്യമായിട്ട് ലുലുവിൽ അങ്ങനെയാണ് വരുന്നത്, ഒരു വൺ ഡേ കാണാനായിട്ട്. പിന്നെ ഇതിവിടെ സ്ഥിരമായി. പിന്നെ എറണാകുളത്ത് കുറച്ച് സെറ്റിലൊക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ ടൈം ഇവിടെ തന്നെയായി. രസമാണ് ഇവിടെ വന്ന് വായി നോക്കിയിരിക്കാനും AC കൊണ്ടിരിക്കാനും ഒക്കെ നല്ല രസം തന്നെയാണ്. അഭിഷേക് തുറന്നു പറഞ്ഞു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ആദ്യം പറയുമായിരുന്നു നമ്മൾ ഷോപ്പ് ചെയ്യാനും മീറ്റിങ്ങിനും വേണ്ടി മാത്രമല്ല വരുന്നത്. ബട്ട് അല്ലേ അഭിഷേക് പറഞ്ഞത് തന്നെ കുറച്ചൊക്കെ ഒന്ന് വായി നോക്കാനും പരിപാടിയിലൊക്കെ നമ്മൾ നിൽക്കുന്നതിൽ 3/4 പേരും ഷോപ്പ് ചെയ്യാനല്ല വന്നിരിക്കുന്നത് അറിയാം. ഉറപ്പാണോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ? അതെ, കണ്ടോ കലാട്ടുന്നുണ്ടോ? You are right. Well, thank you so much. And you are not just എന്താ പറയുക ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മാത്രമല്ല, you are an actor and you are a writer too. So tell us about your writing career actually. എവിടെ നിന്നാണ് ഈ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നുമില്ല, എല്ലാം പാഷനാണ്. ആക്ടിങ്ങും റൈറ്റിങ്ങും ഉണ്ട് പാഷൻ. അതിനകത്ത് ഇപ്പോൾ ഞാനൊരു മൂവി ചെയ്തു കഴിഞ്ഞു. ഞാൻ റൈറ്ററായിട്ട് എൻ്റെ ഫസ്റ്റ് മൂവി ആസ് എ റൈറ്റർ. ധ്യാൻ ശ്രീനിവാസൻ, ധ്രുവൻ, നയന എൽസ, ശ്രുതി ജയൻ, അങ്ങനെ കുറേ പേരടങ്ങുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് നടക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മാർച്ച് ഏപ്രിലിൽ ഇറക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അരുൺ മുരളീധരനാണ് മ്യൂസിക് ചെയ്യുന്നത്, ഹനാൻ ഷാണ് പാടുന്നത്. മിക്കവാറും ഇവിടെ തന്നെ ഒരു ലോഞ്ച് വെക്കണം എന്നൊക്കെയാണ് എൻ്റെ ഡ്രീം. നോക്കാം, അത് നടക്കുമായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്മി തന്നെയാണ്, കേരളത്തിന്റെ സ്വന്തം ലക്ഷ്മി തന്നെയാണ് അല്ലേ? യെസ്. How do you feel? I must ask you the first question. I really want to ask you a lot of questions, but how do you feel to be right here, right on the ramp, walking on the ramp of Lulu Mall? Feels really good. അത്രയും ക്രൗഡിനെ കാണുന്നത് സന്തോഷം. ലുലു പിന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ലുലു വരുന്നത്. ഞാൻ എൻ്റെ പ്ലേസ് ആലപ്പയാണെങ്കിലും കുറേ നാൾ എടപ്പള്ളി മരോട്ടിച്ചോട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങോട്ട് മാറിയപ്പോഴും ഇവിടെ ഷോപ്പിങ്ങിന് വരണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവിടെ വീട് വെച്ച് മാറുന്നത് തന്നെ. സോ ഫ്രീക്വൻ്റ്ലി വരും. ഇവിടെ ഇഷ്ടമുള്ള ലുലു മാളിൽ വരണം എന്ന് വെച്ച് തന്നെയാണ് അവിടെ വീട് വെച്ച് മാറിയത്? അല്ല, ഞാൻ വീട് ഞങ്ങളുടെ ആലപ്പുഴയിലാണ്, ബട്ട് സ്റ്റിൽ ഇവിടെ ഷോപ്പിങ്ങിന് വരണം എന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് മാറിയത് തന്നെ. സോ അപ്പോൾ ഇവിടെ തൊട്ട് വരാറുണ്ട്, ഫ്രീക്വൻ്റ്ലി വരാറുണ്ട്. Yes, and I must ask, how did your life change after Bigg Boss? After Bigg Boss, there must be a phase. It's like before Bigg Boss and after Bigg Boss. നല്ല വ്യത്യാസമുണ്ട്. ലൈക്ക് ഒരു ക്രൗഡിനെ കാണുമ്പോൾ ഉള്ള പേടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. എല്ലാവരെയും ഓൾമോസ്റ്റ് കുറേ പേര് അറിയാം. എന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു പേടിയൊക്കെ മാറി. ചില്ലാണ്. ഹാപ്പി വിത്ത് എവറിത്തിങ് വാട്ട് എവർ ഹാപ്പൻ. യെസ്, എനിക്ക് തോന്നുന്നു ലക്ഷ്മിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ. Did someone say that you look pretty in sari? Yes. Generally, yes. You are a sari person. Yeah, few people tell that. Yeah. Yes. Okay. So, എനിക്ക് personally, Lakshmi's sari sense and our way you wear a sari is very, very nice. So, in Lulu, if you want to shop a sari, where will you go? ഇവിടെ
ഓഫ് കോഴ്സ് ലുലു സെലിബ്രേറ്റിലായിരിക്കും, അവിടെ വാങ്ങിക്കാം. ലുലു സെലിബ്രേറ്റിലാണ് ലക്ഷ്മിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗ് ഇല്ലേ, സാരി പരിപാടികൾ. Sarees അവിടെ നിന്നാണ്, sarees അവിടെ. അടിപൊളി. സോ നിങ്ങൾ ആരെങ്കിലും സാരി ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഗോ ടു ലുലു സെലിബ്രേറ്റ്, റൈറ്റ്? ഓഫ് കോഴ്സ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. യെസ്, താങ്ക് യു സോ മച്ച് ലക്ഷ്മി. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലുലു ആയിട്ടാണ്. സോ ഇറ്റ്സ് എ വെരി ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ ടു വാക്ക് ദ സ്റ്റേജ് ടുഡേ. പിന്നെ എന്താ പറയുക, ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ് ലുലു. അതുകൊണ്ട് തന്നെ ടു ബി പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ് ഐ ഫീൽ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഹൈപ്പോത്തറ്റിക്കലി ഞാൻ ഒരു ചോദിക്കാം, സിൻസ് യു ഡു എ ലോട്ട് ഓഫ് പോഡ്കാസ്റ്റ്, ഇഫ് യു വാണ്ട് ടു സെലക്ട് എന്താ പറയുക ഒരു ഔട്ട്ലെറ്റ് in Lulu to do a podcast, which outlet or which shop would you choose for your podcast? അങ്ങനെ ചോദിച്ചാൽ ഐ വിൽ സേ സൂപ്പർ ഡ്രൈ ബിക്കോസ് എസ്തെറ്റിക്സ് ഉണ്ടെന്ന്. ഞാൻ എസ്തെറ്റിക്സ് നോക്കി മാത്രമേ എൻ്റെ പോഡ്കാസ്റ്റ് ചെയ്യാറുള്ളൂ എന്നല്ലേ? 90s കിഡ് ആണെങ്കിൽ എസ്തെറ്റിക്സ് വേണമെന്ന്. Same here, we all are 90s kids and we look for aesthetics. Well, so you'll go for like super dry. Okay, any other option you have? ലുലു സെലിബ്രേറ്റ് Lulu Celebrate. ഭയങ്കര കളർഫുൾ ആണ്.